ഹായ്, വെൽക്കം ടു ഇംഗ്ലീഷ് പഠിക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കഥ കേട്ടിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. കഥ കേൾക്കാനും വായിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. കഥയിലൂടെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ സെൻറ്റൻസ് ഫോർമേഷനും വൊക്കാബുലറിയും ഇമ്പ്രൂവ് ആകും. ഞാൻ ബിഗിനർ ലെവലിലുള്ള എല്ലാ സ്റ്റുഡൻസിനോടും പറയാണ്, അവർക്ക് വേർഡ്സ് കിട്ടുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ കഥകൾ വായിക്കുക, അവരുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ആവുന്നു. അതായത് നിങ്ങൾ വൊക്കാബുലറി ആയിട്ട് പഠിക്കരുത്, സെൻറ്റൻസസ് അല്ലെങ്കിൽ ഫ്രേസസ് ആയിട്ട് പഠിക്കണം. ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് വേണം പഠിക്കാൻ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. എൻ്റെ നമ്പർ ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കേട്ടോ. നമ്മുടെ സ്റ്റോറിയുടെ പേരാണ് ദ ഏർലി ബേർഡ് സക്സസ്. ഏർലി ബേർഡ് സക്സസിൻ്റെ മലയാളമാണ് നേരത്തെ എഴുന്നേൽക്കുന്നവൻ്റെ വിജയം. The story literally talks about a bird who works hard and it's punctual in its daily routine. There was once a bird who woke up early every morning to catch worms. Other birds would see her and laugh, saying that she was wasting her time. But the bird didn't care. She knew that if she kept working hard, she would eventually be rewarded. Sure enough, one day the bird caught a worm so big it could barely fit in her mouth. The other birds were shocked and jealous, but the bird just smiled. She knew that her early mornings had paid off. ഇനി ഞാൻ കഥയുടെ മലയാളം അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ കഥ ഒരു കഠിനമായ ജോലി ചെയ്യുന്ന, സമയം കൃത്യമായി പാലിക്കുന്ന ഒരു പക്ഷിയെക്കുറിച്ചാണ്. ഒരു പക്ഷി എല്ലാ ദിവസവും രാവിലെ വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് പുഴുക്കളെ പിടിക്കാൻ പോകുമായിരുന്നു. മറ്റു പക്ഷികൾ അവളെ കണ്ട് ചിരിക്കുകയും സമയം പാഴാക്കുകയാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ആ പക്ഷി അതൊന്നും ശ്രദ്ധിച്ചില്ല. കഠിനമായ ജോലി ചെയ്താൽ ഒരു ദിവസം അതിന് ഫലം ലഭിക്കും എന്ന് അവൾ വിശ്വസിച്ചു. ഒരു ദിവസം അവൾക്ക് വളരെ വലിയ ഒരു പുഴു കിട്ടി. അത് അവളുടെ വായിൽ പോലും കൃത്യമായി കയറാൻ പറ്റാത്തത്ര വലുതായിരുന്നു. ഇത് കണ്ടപ്പോൾ മറ്റു പക്ഷികൾ അതിശയിക്കുകയും അസൂയപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ പക്ഷിക്ക് മനസ്സിലായി അവളുടെ പരിശ്രമം വെറുതെ ആയില്ല. ഈ കഥയുടെ മോറലാണ്, കഠിന പരിശ്രമം ഒരിക്കലും വെറുതെയാകില്ല. ഇതിൻ്റെ ഇംഗ്ലീഷാണ് ഹാർഡ് വർക്ക് ഓൾവേസ് പേസ് ഓഫ്. നമുക്ക് ഈ കഥയിലെ കുറച്ച് വൊക്കാബുലറി ഇനി പഠിക്കാം. ഈ കഥയിൽ ലിറ്ററലി എന്ന് പറഞ്ഞൊരു വേർഡ് ഞാൻ പറഞ്ഞു. ലിറ്ററലിയുടെ അർത്ഥമാണ് ശരിക്കും, എക്സാക്ട്ലി, ട്രൂലി. ഇതിൻ്റെ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഐ ലിറ്ററലി ഫോർഗോട്ട് മൈ കീസ് അറ്റ് ഹോം. അടുത്ത വൊക്കാബുലറി ഞാൻ പറഞ്ഞതാണ് പഞ്ച്വൽ. പഞ്ച്വൽ എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠ, ബീയിങ് ഓൺ ടൈം. ഹീ ഈസ് പഞ്ച്വൽ. അതാണ് ഒരു എക്സാമ്പിൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത വൊക്കാബുലറിയാണ് ഈ കഥയിലുള്ളത് ഇവൻച്വലി. ഞാനിവിടെ പറയുന്നുണ്ടല്ലോ ഈ കഥയിൽ, അതായത് ഇവൻച്വലി ഷീ വുഡ് ഇവൻച്വലി ബി റിവാർഡഡ്. ഇവൻച്വലിയുടെ അർത്ഥമാണ് ഇൻ ദ എൻഡ്, ഒടുവിൽ. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹി വർക്ക്ഡ് ഹാർഡ് ആൻഡ് ഇവൻച്വലി സക്സീഡഡ്. ഈ കഥയിൽ വേറൊരു അർത്ഥമാണ് ഷുവർ എനഫ്. ഷുവർ എനഫിൻ്റെ അർത്ഥമാണ് പ്രതീക്ഷിച്ചതുപോലെ എന്ന് വെച്ചാൽ ആസ് എക്സ്പെക്റ്റഡ്. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയാം. ഹി സെഡ് ഹി വുഡ് കം ഏർലി ആൻഡ് ഷുവർ എനഫ് ഹി കെയിം ഓൺ ടൈം. പ്രതീക്ഷിച്ചതുപോലെ അവൻ സമയത്തിൽ വന്നു. അടുത്തത് ഈ കഥയിൽ ഞാൻ പറയുന്ന വൊക്കാബുലറി ആണ് ബെയർലി. ഇറ്റ് കുഡ് ബെയർലി ഫിറ്റ് ഇൻ ഹെർ മൗത്ത് എന്ന് പറയുന്നില്ലേ. ബെയർലിയുടെ അർത്ഥമാണ് കഷ്ടിച്ച് എന്ന് വെച്ചാൽ വിത്ത് വെരി ലിറ്റിൽ എമൗണ്ട്. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയാം. ഐ ബെയർലി പാസ്ഡ് ദ എക്സാം. ലാസ്റ്റ് വൊക്കാബുലറി ആണ് പെയ്ഡ് ഓഫ്. പെയ്ഡ് ഓഫിൻ്റെ അർത്ഥമാണ് ഫലം കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥയിൽ പറയുന്നുണ്ട് ഷി ന്യൂ ദാറ്റ് ഹെർ ഏർലി മോർണിംഗ്സ് ഹാഡ് പെയ്ഡ് ഓഫ്. അതായത് അവൾ കഷ്ടപ്പെട്ടതിന് അവൾക്ക് പ്രതിഫലം കിട്ടി. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം.
My hard work paid off when I got the job. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഇനി കഥകൾ വേണമെന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷൻ കോച്ചിങ് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ മറക്കണ്ട, ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് എവ്രി വൺ.